എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് എൻ്റെ ഗാർഡനിലാണ്. ഞാൻ ശ്രീകണ്ഠപുരത്തുള്ള എൻ്റെ നഴ്സറിയിലാണ് ഞാൻ ഇന്നുള്ളത്. സാധാരണ എല്ലാ വീഡിയോകളും എൻ്റെ വീട്ടിൽ നിന്ന് ടെറസിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ അധികം കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഗാർഡനിൽ സെറ്റ് ചെയ്ത ഒരു അബിയു പ്ലാന്റ് ആണ്. എന്താ എൻ്റെ പുറകുവശം കാണുന്നത് ഒരു അബിയു പഴച്ചെടിയാണ്. ഇതൊരു 3 വർഷം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഒറ്റൊരു പ്ലാന്റ് മാത്രമേ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കൂടുതലായിട്ടും അബിയു പഴച്ചെടിയുടെ വീഡിയോ ചെയ്യാറ്. അത് കൂടുതൽ വീടിൻ്റെ പരിസരത്താണ് ഞാൻ കൂടുതലായിട്ടും അബിയു പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരെണ്ണം മാത്രം ചെയ്തതാണ്. ഇത് 3 വർഷമേ പ്രായമായിട്ടുള്ളൂ. നിറയെ ഇതിൻ്റെ മുകളിൽ വാഴായിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് വിളവെടുപ്പ് കൂടിയാണിന്ന്. അതുപോലെ നിങ്ങളെ കുറച്ച് തൈകളും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. കണ്ടാ നമ്മുടെ അബിയു പഴം നന്നായിട്ട് ആയിട്ട് കണ്ടാ ഇത് വെറും 3 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ അബിയു ഇതാ. നമ്മൾ വളപ്രയോഗം നമ്മുടെ പരിചരണം ക്ലിയർ ആണെങ്കിൽ പല ആളും പറയുന്നതാണ് നമ്മുടെ അബിയു പൂവിടുന്ന് കംപ്ലീറ്റ് പൂവ് പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ നന്നായിട്ട് നമ്മുടെ പരിചരണം നമ്മുടെ വളപ്രയോഗവും നമ്മുടെ അതാത് സമയത്തുള്ള പരിചരണം ക്ലിയർ ആയി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അബിയു ഇതുപോലെ നമുക്ക് പഴമായിട്ട് കിട്ടും. അപ്പം ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എന്ത് വളപ്രയോഗമാണ് കൊടുക്കേണ്ടത് ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അല്ലേ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ നമുക്കിതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പഴുത്ത് പാകമായ നമ്മുടെ അബിയു ആണ് ഈ കാണുന്നത്. നമുക്കൊരു ചെടി വെച്ചാൽ മതി. നമ്മുടെ അത്യാവശ്യം വീട്ടാവശ്യത്തിന് ഒറ്റൊരു പ്ലാന്റ് ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഈ അബിയു പ്ലാന്റ്. താഴെ ഭാഗത്തോളം ഉണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമുക്ക് ഇത്രയും അബിയു ഇന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാ ഞാൻ എൻ്റെ മാവ് വെച്ച ഡ്രമ്മിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും അബിയു പഴം നമുക്ക് ഇന്ന് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നമുക്ക് അബിയു ഇനിയും അതിൽ പൊട്ടിച്ചെടുക്കാനുണ്ട്. അത് പാകമായിട്ടില്ല ശരിക്ക്. ഇതാ കണ്ടില്ലേ, ഇനിയും ഇതിൻ്റെ താഴെ ഭാഗത്തോളം ഇഷ്ടം പോലെ അബിയു ഇനിയും നമുക്ക് ഇതിൻ്റെ നിന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഒരു പ്ലാന്റായ നമ്മുടെ സപ്പോട്ടയുടെ ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് വലിയൊരു ഫുൾ ഡ്രമ്മിൽ വെച്ചൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇനി ഇതിൽ നിങ്ങൾ കായ്കൾ പൊടിച്ചത് കണ്ടോ? ഇതാ കണ്ട, ഇതും എൻ്റെ നഴ്സറിയിലുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാ കണ്ടില്ലേ, വലിപ്പമുള്ള നമ്മുടെ തായ് ജംബോ പ്ലാന്റിന്റെ വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നന്നായിട്ട് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഡ്രം തന്നെ വേണമെന്നില്ല, ഒരു 18 ഇഞ്ച് ചട്ടി ആയാലും മതി. കണ്ട, നന്നായിട്ട് നമുക്ക് കൊല്ല കുത്തിപ്പിടിക്കുന്ന ഒരു ഇനമാണ്. അതുപോലെ നിങ്ങൾ വേറൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് ഒരു ഡ്രമ്മ് മുറിച്ച് പകുതിയാക്കി വെച്ചിട്ടുള്ള ഒരു സപ്പോർട്ടയുടെ ഒരു പ്ലാന്റ് ആണ്. ഇതും നമ്മുടെ നഴ്സറിയിലുള്ളതാണ്. ഇതാ കണ്ട, നിങ്ങളിത് പിടിച്ചിട്ട് കണ്ട അത്രയും നമുക്ക് സപ്പോർട്ട കൊല കുത്തിപ്പിടിക്കുന്ന ഒരു ഇനമാണ്. നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട ഇനം തന്നെയാണ് നമ്മുടെ തായ് ജംബോ പ്ലാന്റ്. ഇതിൻ്റെ ബനാന സപ്പോർട്ടയുണ്ട്. അതും നമുക്കിതുപോലെ നമുക്ക് പിടിക്കുന്നതാണ്. നമുക്ക് സ്ഥലമില്ലെങ്കിലും ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തോ നമുക്കൊരു ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ച് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്. അതുപോലെ ഞാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത വേറൊരു ഇനം പ്ലാന്റ് ആണ്. ഇതൊക്കെ എൻ്റെ നഴ്സറിയിൽ ഞാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതാ നമ്മുടെ ഉമ്മർ ചാമ്പയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതാ ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. കൂടുതൽ പേരും ഒരുപാട് വെറൈറ്റികൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടെ കായ്ച്ച് നമുക്ക് വിളവ് കിട്ടുന്ന പ്ലാന്റുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ ഈ നഴ്സറിയിൽ സെറ്റ് ചെയ്ത ഇതാ വിവിധ ഇനം മാവിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. നമ്മളെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ച വിവിധ ഇനം വലിയ സൈസ് ബിഗ് സൈസ് പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ച, അതായത് പൂത്തതും കായ്ക്കുന്നതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതാ കണ്ടാൽ നിങ്ങൾ നാംഡോക്കുമായുടെ ഒരു പ്ലാന്റാണിതാ. മുകളിൽ കാണാൻ നിങ്ങൾക്ക് പൂവിട്ടിട്ട് ഇതാ ഇവിടെ ഇതാ കായ്ച്ചിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരു പ്ലാന്റാണ്. അതുപോലെ ഈ കാണുന്നത് കാലാപ്പാടിയുടെ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂവ് കണ്ട നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്. നല്ലൊരു സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ കാലാപ്പാടി. നാംഡോക്കയുടെ ഞാൻ നേരത്തെ കാണിച്ച ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതാ മാങ്ങയായിട്ട് കണ്ടു. ഇതാ
അതുപോലെ നിങ്ങളിത് കണ്ട വിവിധ ഇനം മാവിൻ്റെ പ്ലാന്റുകൾ 21 സൈസ് ഗ്രോ ബാഗിലുള്ള വിവിധ ഇനം ബിഗ് സൈസ് പ്ലാന്റാണ് ഈ കാണുന്നത്. നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പാകമായിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. ചെറിയ തൈകൾ ഒരു കാരണവശാലും വലിയ ചട്ടികളിലോ വലിയ ഡ്രമ്മുകളിലോ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവുകൾ ഇതുപോലെ വളർത്തി നമ്മൾ 2 വർഷത്തിൽ കൂടുതലെങ്കിലും പ്രായമുണ്ടായിരിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വളരും, ആ തൈകൾ മുരടിച്ചു പോകും. അപ്പം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തന്നെ നമ്മൾ ഡ്രമ്മിലേക്ക് വളർത്തിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാവിൻ്റെ നമ്മുടെ പോട്ടിങ് തയ്യാറാക്കുന്നത്, വളപ്രയോഗം നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ, ഇത് കാണുന്നതൊക്കെ ഫ്രണ്ടിൽ R2 E2ൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകളാണ്. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഷെയ്പ്പാക്കി നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പാകമായ ഇതിൽ തയ്യാറാക്കിയതാണ് വിവിധ ഇനം. അതുപോലെ നാംഡോക്കുമായി R2 E2, കാലാപ്പാടി, കോട്ടൂർ കോണം, കാറ്റിമൂണ്, ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് ബിഗ് സൈസ് നമ്മുടെ പ്ലാവിൻ്റെ തൈകളാണ്. വിയറ്റ്നാം സൂപ്പർ എർലി, J33 ഒക്കെ തൈകളാണ്. ഇത് കണ്ട ചക്കയായിട്ട് കണ്ട. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഞാൻ ചക്ക കുറച്ച് പൊട്ടിച്ചെടുത്ത തൈകളാണ്. ഇത് ഗ്രോ ബാഗിൽ വെച്ചിട്ട് തന്നെ. കാരണം നമുക്ക് ചക്ക പോലുള്ള പ്ലാന്റുകൾ, ചക്ക അതുപോലെ തന്നെ നമ്മുടെ അബിയു, റംബുട്ടാനൊന്നും നമ്മുടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യരുത്. സെറ്റ് ചെയ്താൽ 1-2 ചക്കകൾ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് നിലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ ബിഗ് സൈസ് പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ ഈ കാണുന്നത് റംബുട്ടാൻ്റെ N80, സീസർ, അതുപോലെ റോങ്റിയാൻ, സ്കൂൾ ബോയ്, അതിൻ്റെയൊക്കെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമ്മുടെ ഈ നഴ്സറിയിൽ എത്തിയ ഒരു പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് പൂത്ത പ്ലാന്റുകളാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഇവിടെയൊക്കെ പൂവുകളുണ്ടാവും, കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ 21 സൈസ് ഗ്രോ ബാഗിൽ വെച്ച ഇതൊക്കെ റംബുട്ടാൻ്റെ പൂത്ത പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? ഇതൊക്കെ പൂവ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഗ്രോ ബാഗിൽ തന്നെ, ഇതിപ്പം നിലത്ത് വെച്ചാൽ തന്നെ നമുക്ക് അടുത്ത വർഷം മുതൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് റംബുട്ടാൻ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് സീസർ, അതുപോലെ N80യുടെ ഒക്കെ ബിഗ് സൈസ് പ്ലാന്റുകൾ തന്നെ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. ഈ കാണുന്നത് നമ്മുടെ മുസമ്പിയുടെ, ഇന്ത്യൻ മുസമ്പിയുടെ ഒരു പ്ലാന്റാണ്. കായ്ച്ചിട്ട് കണ്ട. നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലോ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മുസമ്പി. അതുപോലെ വിയറ്റ്നാം മാൾട്ട, ഇത് അതിൻ്റെയൊക്കെ ചട്ടിയിലുള്ള തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വിവിധ ഇനം ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. ഞാനിത് എൻ്റെ നഴ്സറിയിൽ തന്നെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആയി സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഡ്രമ്മോ ചട്ടിയോ ആയാലും മതി. നമുക്കിത് വീട്ടാവശ്യത്തിന് അത്യാവശ്യം പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തൈ തന്നെ, ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈ. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ഒരുപാട് വീഡിയോകൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം ഫ്ലവറിങ്ങും ഫ്രൂട്ട്സും ആകുന്ന സമയമല്ല. നമുക്കൊരു മെയ് മാസം മുതലാണ് നമുക്കിത് ഫ്ലവറിങ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ കായ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെയൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നതാണ്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് വിവിധ ഇനം ഒരു 6 തരം തൈകൾ മാത്രമേ ഞാൻ ഇവിടെ കൃഷി ചെയ്യലുള്ളൂ. കാരണം ഇതിലൊരു ഫംഗൽ രോഗം കൂടി വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെറൈറ്റികൾ ഇതിൽ കൃഷി ചെയ്യില്ല. നമ്മുടെ കാലാവസ്ഥയിൽ ഫംഗലും കാര്യങ്ങളും ഇല്ലാതെ ഒരു 6 തരം വെറൈറ്റികൾ മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. ഞാൻ കൃഷി ചെയ്ത് നമുക്ക് വിളവ് ലഭിക്കുന്ന പ്ലാന്റുകൾ മാത്രമേ ഞാൻ കസ്റ്റമർക്ക് കൊടുക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ വിവിധ ഇനം ബോഗൺവില്ലയുടെ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നമ്മുടെ ഹൈബ്രിഡ് ഇനമായാലും അതുപോലെ നാടൻ വെറൈറ്റികൾ, നല്ല പൂക്കൾ തരുന്ന നാടൻ വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതിൻ്റെ പേരിപ്പം പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടിപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ നല്ല പൂക്കൾ തരുന്ന, ഇതൊക്കെ നാടൻ വെറൈറ്റിയിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റികളാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.